ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റോസീസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്റ്റീംഡ് കേക്കാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 മുട്ട ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. 3 മുട്ടയുടെ മഞ്ഞക്കരു ഇവിടെയുണ്ട്. മുട്ടവെള്ള ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ മുട്ടയുടെ മഞ്ഞക്കരുവിലേക്ക് 1 കപ്പ് പൗഡർ ഷുഗർ ചേർക്കുന്നുണ്ട്. പൊടിച്ച പഞ്ചസാരയാണ്. ഇത് രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്യാം. നല്ലപോലെ ബീറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ അതിൻ്റെ കളറെല്ലാം മാറി നല്ലപോലെ ക്രീമായിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കാം. ഇപ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു. നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് ഒരു 50 ഗ്രാം ബട്ടർ, ഇച്ചിരി മയമുള്ള ബട്ടർ ചേർക്കാം. ഇതിലേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ചേർക്കണം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്നും കൂടെ ബീറ്റ് ചെയ്യണം. ഇനി നമ്മൾക്ക് 1 കപ്പ് മൈദ, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇത്രയും നമ്മൾക്ക് ഒന്നിച്ചാക്കിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ നല്ലപോലെ ബട്ടറും എല്ലാം കൂടെ നല്ലപോലെ അടിച്ചു ക്രീമായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി മുട്ടവെള്ളം നല്ലപോലെ ഒന്ന് പതപ്പിക്കണം. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് മുട്ടവെള്ളം പതപ്പിക്കാം. ഇപ്പോൾ മുട്ടവെള്ളം നല്ലപോലെ പതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ ആദ്യത്തെ ബാറ്റർ എടുക്കാം. ഇതിലേക്ക് നമ്മൾക്ക് ഈ മിക്സ് ചെയ്ത ഫ്ലോറെല്ലാം കൂടെ നമ്മൾക്ക് കുറേശ്ശെ വീതം ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഞാനിതൊന്ന് അരിച്ചെടുത്ത് വെച്ചായിരുന്നേ. ഇപ്പോൾ ഇത് നല്ലപോലെ തിക്കായിട്ടായിരിക്കുന്നത്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറേശ്ശെ വീതം മുട്ടവെള്ളം ചേർത്ത് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം.
ഇപ്പോൾ മുട്ട വെള്ളം മുഴുവനും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യും. ഇപ്പോൾ ഇത് നല്ലപോലെ ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇച്ചിരി ഒരു ടൈറ്റായിട്ട് തോന്നുവാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്യാം. പാല് തെറിച്ച് പോകാതിരിക്കാനാണ് പതുക്കെ ചെയ്തത്. നല്ലപോലെ മിക്സ് ചെയ്യാം. 1/2 ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ച് കൊടുക്കാം. ആ ഒരു ലൂസ് വേണം. ഈ ഒരു ബാറ്റർ നമുക്ക് വേണ്ടത്. ഇനി നമ്മൾക്കൊരു ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഇരിക്കണം. ഇങ്ങനെ വീഴുന്ന ഒരു ഇത് കണ്ടോ, ഇങ്ങനെ വേണം. നമ്മൾക്കൊരു പേപ്പർ ഇട്ട് ഒരു ടിന്നിലേക്ക് ഒഴിക്കാം. ഇപ്പം ഞാൻ ഈ ഒരു കേക്ക് ടിന്നിലേക്ക് ഒരു പേപ്പർ ഇട്ടിട്ടുണ്ട്. സൈഡിൽ സ്വല്പം ബട്ടർ ഇങ്ങനെ തൂത്ത് കൊടുത്തിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ ബാറ്റർ ഒഴിക്കാം. അപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് കുറച്ച് വെള്ളം അപ്പച്ചമ്പിൽ അങ്ങനെ സ്റ്റീം ചെയ്യാനുള്ള ഒരു പാത്രത്തിലേക്ക് വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കണേ. ഇത് മുഴുവൻ ഇതിലേക്ക് വടിച്ചൊഴിക്കാം. ടിന്നിൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾക്കൊരു അലുമിനിയം ഫോയിലിട്ട് ഇതൊന്ന് പൊതിഞ്ഞ് ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് നല്ല പോലെ ആവി വന്ന അപ്പച്ചമ്പിലേക്ക് നമുക്ക് വെക്കാം. ഇപ്പോൾ കേക്ക് ഇച്ചിരി പൊങ്ങി വന്നാലും ഇങ്ങനെ പേപ്പറിൽ മുട്ടാത്ത രീതിയിൽ ഞാനിങ്ങനെ ഫോയിൽ ഇച്ചിരി പൊക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റീമിന് നല്ല പോലെ സ്റ്റീം വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കേക്കിൻ്റെ ടിന്നെടുത്ത് വെക്കാം. ഇനി ഒന്ന് അടച്ചു കൊടുക്കാം. ഒരു 30 മിനിറ്റ് 35 മിനിറ്റ് വെക്കാം. ഇപ്പോൾ 30 മിനിറ്റായി. ഒന്ന് തുറന്ന് നോക്കാം. കേക്കൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കുത്തി നോക്കാം. ഞാനിപ്പോൾ ഒരു ഈർക്കിലി എടുത്തിട്ട് പച്ച ഈർക്കിലി എടുത്തുകൊണ്ട് വന്നിട്ട് അതാണ്. ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട്. നമ്മൾക്കിനി ഇത് വെളിയിലെടുക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുവാണ്. ഇതിപ്പോൾ ഞാനിങ്ങനെ വെളിയിലേക്ക് താഴേക്ക് എടുത്ത് വെച്ചു. ഇത് കണ്ടോ, നല്ല സ്പോഞ്ച് പോലത്തെ കേക്ക്. ഇതിങ്ങനെ ഇനി നമ്മൾക്ക് പതുക്കെ ഇച്ചിരി ഒന്ന് ഇങ്ങനെ ഒന്ന് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒന്ന് വെക്കുമ്പം വിട്ട് വരും. എന്നിട്ട് നമുക്കിതൊന്ന് കമത്തിയിടാം. നമുക്ക് ഈ പ്ലേറ്റിലേക്ക് കമഴ്ത്തിയിടാം. ഇതുണ്ടോ, നല്ല സ്പോഞ്ച് കേക്കാണ്. നല്ലപോലെ തണുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് വരത്തുള്ളൂ. ഇത് ചൂടോടെ കഴിക്കുമ്പം ഒരു വേറൊരു ടേസ്റ്റാവും. നമ്മൾക്ക് തണുത്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് കട്ട് ചെയ്യാം. ഇത് കണ്ടോ, ചൂട് മാറിയിട്ടില്ല എങ്കിലും ഞാൻ കാണിച്ചു തരാം. അത്രയ്ക്ക് സോഫ്റ്റാണ് കേട്ടോ. ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ പൊക്കോളും, അത്ര സോഫ്റ്റാണ്. ഉണ്ടോ, ഇത്രയും നല്ല സോഫ്റ്റാണ്. ഇത് 30 മിനിറ്റ്, കറക്റ്റ് 30 മിനിറ്റ് ആയപ്പോൾ ഞാനിത് തുറന്നത്. അപ്പോൾ 30 മിനിറ്റ് കറക്റ്റ് ആകുമ്പോഴത്തേക്കിന് ഇത് റെഡി ആയിക്കോളും. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കാണിക്കാവേ. ഇത് കണ്ടോ, നല്ല സോഫ്റ്റാണ്.
നമ്മൾക്ക് നല്ല ചൂടോടെ ഇച്ചിരി ഒരു മുട്ടയുടെ ഒരു സ്മെല്ല് വരും. പക്ഷേ ഇത് തണുത്ത് കഴിയുമ്പോൾ അതങ്ങ് മാറുവേ. ഇത് നല്ല സോഫ്റ്റാണ്, കഴിക്കാനും നല്ല ടേസ്റ്റുണ്ട്. നല്ല പഞ്ഞി പോലെ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിലും ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.